സൺഡേ ആയാലും മൺഡേ ആയാലും ഞാൻ രാവിലെ തന്നെ എണീക്കും കേട്ടോ. ഇന്നലെ രാത്രി നേരത്തെ അപ്പത്തിനുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് അപ്പമാണ് സ്പെഷ്യൽ. അതിന് കൂടെ കഴിക്കാൻ വേണ്ടി ചിക്കൻ കറി. അങ്ങനെ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ ഇത്രയും ഐസ് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ കുണുമണാലി പോലും കാണത്തില്ല ഇത്ര ഐസ് കേട്ടോ. അങ്ങനെ ആ ചിക്കനൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചു. നല്ല ഐസായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് അപ്പോഴേക്കും ഞാൻ പുറത്ത് പോയി കുറച്ച് കഴുകി വെച്ചിരുന്ന പാത്രങ്ങളും ഒക്കെ എടുത്ത് വെച്ചു. കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ നോക്കിയിരുന്ന്. അങ്ങനെ നോക്കിയിരുന്നപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ ഐസെല്ലാം പോയി. അങ്ങനെ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി എല്ലാം കൂടി വരട്ടി അപ്പം തന്നെ ഞാനങ്ങ് ചിക്കൻ വറക്കാനിട്ട് കേട്ടോ. സമയമില്ല, വേറെ ഉണ്ടേ പണികൾ. പിള്ളേർ എണീക്കുന്നതിന് മുന്നേ ചിക്കൻ കറി ആക്കണം. അതുകൊണ്ട് ഞാൻ രാവിലെ ചിക്കൻ തന്നെ വറുത്ത് കേട്ടോ. വറക്കുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള മസാലക്കുള്ളതെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സവോള ഇഞ്ചി എല്ലായിടത്തും ചെയ്യുന്ന പോലെ എല്ലാം ഞാൻ മസാലക്കുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും ഞാൻ പിന്നെക്കുള്ള കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പിൽ വെച്ചു കേട്ടോ. അത്യാവശ്യം നല്ല വേവുള്ള അരിയാണേ. നമ്മളിപ്പോൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ഈ സാധനം ചോറാകത്തുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ ചിക്കനെല്ലാം വറുത്ത് കിട്ടി കേട്ടോ. ഭയങ്കര ഡ്രൈ ഫ്രൈ ഒന്നും ആക്കിയില്ല, എന്നാലും വറുത്തു. അങ്ങനെ തന്നെ ഞാൻ ബാക്കി എണ്ണയിലോട്ട് ഈ സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം കൊണ്ടിട്ട് അവിടെ വഴറ്റാൻ വെച്ചു. ആ സമയത്ത് ഇതേടെ ഒരാൾക്ക് പാല് കാച്ചണമായിരുന്നു, ഒരാൾക്ക് കട്ടൻ കാപ്പി, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടാക്കുന്നതിനിടയിൽ കൂടി ഞാൻ കറികളും ഉണ്ടാക്കി. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും ഇച്ചിരി അപ്പവും ഇച്ചിരി ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഞാനങ്ങ് രാവിലെ തന്നെ കഴിച്ചു കേട്ടോ. അപ്പം തന്നെ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞേ.